ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്കിടയിൽ ഞങ്ങളുടെതെന്നോ നിങ്ങളുടെതെന്നോ അങ്ങനെ വല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? സ്വർണ്ണമൊക്കെ അത്യാവശ്യത്തിന് എടുക്കാനുള്ളതല്ലേ, അതിലൊന്നും ഒരു തെറ്റുമില്ല. അർച്ചന ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. സേതുവേട്ടൻ ഇങ്ങനെ തന്നെ പറയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാ ഞങ്ങളെല്ലാരും നേരിട്ട് തന്നെ വന്നത്. എന്റെ മക്കൾ ഈ വീട്ടിൽ ജീവിക്കുന്നവരാ. ഈ വീടിന്റെ ആവശ്യം അവരുടെ കൂടെ ആവശ്യമല്ലേ? ഞങ്ങളെ ഞങ്ങൾക്കിതിന് പൂർണ്ണ സമ്മതമാ. എങ്ങനെയായാലും നമുക്ക് കാര്യം നടക്കണം, അല്ലേ മീരേ? കാര്യം നടക്കണം. പക്ഷേ അതിന് ഇവരുടെ സ്വർണം വിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനും ഒരു അന്യ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയെ. സ്വർണം നഷ്ടപ്പെടുമ്പോ പെൺകുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം എത്രയാണെന്ന് എനിക്കറിയാം. ഇപ്പോ ഇവരിങ്ങനെയൊക്കെ പറയും, പക്ഷെ സ്വർണം പോയി കഴിയുമ്പോ തന്നെത്താൻ ഇരുന്ന് വിഷമിക്കും. നീ എന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്നോട് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേ പറഞ്ഞതല്ലേ? നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ഞങ്ങളെ ഞങ്ങൾക്ക് സമ്മതമാ. മീര പറഞ്ഞതിലും കാര്യമുണ്ട്. എത്രയായാലും പെൺകുട്ടികളുടെ മനസ്സല്ലേ, അത് വേണ്ട. ഇതിനാണോടി നീ ഞങ്ങളുടെ കൂടെ വന്നത്? മീരടുത്തി എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കിതിന് സമ്മതം. നിങ്ങളുടെ സ്വർണം വിൽക്കാതെ കാര്യങ്ങളൊന്നും നടക്കൂലേ? എങ്ങനെ നടക്കും? ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരോട് കടം ചോദിക്കും? നിൽക്കുന്ന നിപ്പിലൊക്കെ 10 ലക്ഷം രൂപ ആര് തരും? ഇതിനെ ചൊല്ലി നിങ്ങൾക്കിടയിൽ ഒരു തർക്കം വേണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഞാൻ അമ്മയുടെ മരുമോളാണെന്ന കാര്യം അമ്മ മറന്നുപോയോ? ഇവര് രണ്ടുപേരും എന്റെ നാത്തൂമാരാ. അവര് കയ്യിലും കാതിലും നിറയെ സ്വർണ്ണാഭരണം അണിഞ്ഞു നടക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷെ ഇവിടെയുള്ളവർക്കൊരു പ്രശ്നം വന്നാ അത് എന്റെയും കൂടി പ്രശ്നമല്ലേ?